ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയ ദൈവജനമേ, ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇവർക്കും സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട പുതിയ മാസത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് ഇവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവിനെ സ്നേഹിപ്പാനും ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും ദൈവവചനം കേൾക്കുവാനും ഈ ആയുസ്സിൽ ദൈവം നമുക്കൊരുക്കി നൽകിയ ഈ അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം തന്നെ വാഞ്ചയോടുകൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കാം, ദൈവ അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം അരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവമേ, കരുണ നിറഞ്ഞ ദൈവമേ, കർത്താവെ, അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നാഥ, ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായി ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. നാഥ, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കർത്താവെ, നിങ്ങൾ വസ്ത്രങ്ങളെല്ലാം ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുവാൻ, ദൈവത്തിലേക്ക് തിരിവിൻ കർത്താവെ എന്ന ആഴമേറിയ വചനം ഞങ്ങൾ കേൾപ്പിച്ചല്ലോ. ഇന്ന് അതിൻ്റെ തുടർച്ചയായി ദൈവം ഞങ്ങളെ കേൾപ്പിക്കുന്ന തിരുവചന സത്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ ശക്തിയോടുകൂടെ ദൈവത്തെ ആരാധിച്ച് മഹത്വീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടെ ദൈവവചനം ശ്രവിച്ച് ഞങ്ങളുടെ ജീവിതത്തിലെ വിശ്വാസം കർത്താവെ, വിശ്വാസത്തിൽ ദൃഢതയുള്ളവരായി മുന്നോട്ട് ജീവിപ്പാൻ കർത്താവ് ഒരുക്കി സഹായിക്കണമെന്ന് യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യം ഇതാണ്: വസ്ത്രങ്ങളെയല്ല എന്തിനെയാണ് കീറി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരിവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? വസ്ത്രങ്ങൾക്ക് പകരം എന്തിനെയാണ് കീറി യഹോവയുടെ അടുക്കിലേക്ക് തിരിവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ ആൻസർ ഹൃദയത്തെയാണ്. ഹൃദയത്തെ കീറി ദൈവത്തിങ്കിലേക്ക് തിരിവാനാണ് പറഞ്ഞിരിക്കുന്നത്. കമൻറ്റ് ബോക്സിൽ ആൻസറുകൾ, ശരിയായ ഉത്തരങ്ങൾ രേഖപ്പെടുത്തിയ ഏവരോടുമുള്ള ചാനലിൻ്റെ പേരുള്ള നന്ദി അർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഒടുവിലും ഒരു ചോദ്യമുണ്ടാകും. പ്രാർത്ഥനയിലൂടെ ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ നമുക്ക് ആയിരിക്കാം. ഇന്ന് ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 13 13 സങ്കീർത്തനത്തിലുള്ള ചില ചിന്തകളാണ് ഇന്ന് നാം ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. ചോദ്യത്തോടുകൂടെ ആരംഭിക്കട്ടെ. നാം ആരാധിക്കുന്ന, നാം സേവിക്കുന്ന ദൈവത്തിന് എപ്പോഴെങ്കിലും പരാജയം സംഭവിക്കുമോ? എപ്പോഴെങ്കിലും പരാജയം സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിത നാളുകളിൽ നിങ്ങളുടെ ദൈവത്തിന് എപ്പോഴെങ്കിലും പരാജയം സംഭവിച്ചിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? മറ്റൊരു തരത്തിൽ ചോദിച്ചാൽ, ദൈവത്തിൽ പരാജയത്തിനുള്ള കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇതെങ്ങനെയാണ് നോക്കി മനസ്സിലാക്കുവാൻ കഴിയുക? കാരണം നമ്മുടെ ചില എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, നമ്മുടെ ചില പ്രതീക്ഷകൾ. അത് നാം ഒരു ദൈവ പൈതലെങ്കിൽ നമ്മുടെ പ്രതീക്ഷകളെല്ലാം ദൈവവുമായി ബന്ധപ്പെടുത്തിയായിരിക്കും നമ്മുടെ മനസ്സിൽ ചിട്ടപ്പെടുത്തുക, പ്രതീക്ഷിക്കുക, പ്രത്യാശിക്കുക ഒക്കെ. പക്ഷേ എപ്പോഴെങ്കിലും ഈ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും ഈ ഭൂമിയിലോ കുടുംബത്തിലോ നമ്മുടെ ജീവിതത്തിലോ ഒക്കെ സംഭവിക്കുമ്പോഴാണ് നാം ചിലപ്പോഴും വൈബ്രൻ്റ് ആകുന്നത്. അയ്യോ, ദൈവം ഇവിടെ പരാജയപ്പെട്ടുവോ, ദൈവിക പദ്ധതികൾ പരാജയപ്പെട്ടുവോ എന്നൊക്കെ. ഇന്നത്തെ ആഴമേറിയ ധ്യാന ചിന്തയിലേക്ക് നമുക്ക് കടക്കാം. 13 സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും? എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും? ഒരു യഥാർത്ഥ ഭക്തൻ്റെ നിലവിളിയാണ്, രോദനമാണ്. ഈ സങ്കീർത്തനം ഞാൻ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് ഈ വാക്യങ്ങൾ വായിച്ചു. അതിൽ ഒരുപാട് ആത്മീക സത്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് പ്രിയമുള്ള. പച്ചയായ ഒരു മനുഷ്യൻ്റെ രോദനം, അവൻ്റെ ദുഃഖം. അവൻ വളരെ വ്യക്തിപരമായി ദൈവത്തിൽ ഒരുപാട് പ്രത്യാശ അർപ്പിച്ചവനാണ്, ഒരുപാട് ദൈവത്തെ സ്നേഹിച്ചവനാണ്, ദൈവത്തിൽ ആശ്രയിച്ചവനാണ്. പക്ഷേ
എവിടെയോ ചില വിഷമതകൾ നേരിട്ടപ്പോൾ, അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ അരങ്ങേറിയപ്പോൾ, താൻ പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചപ്പോൾ അവൻ ചോദിക്കുകയാണ്, ദൈവമേ, അങ്ങ് എന്നെ മറന്നത് എന്ത്? എത്രത്തോളം കർത്താവ് എന്നെ ഉപേക്ഷിച്ചത് എന്ത്? ശത്രു എൻ്റെ മേൽ ജയഘോഷം അവർ ഉയർത്തുന്നത് എന്ത്? ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇതിനുള്ള പ്രധാന കാരണങ്ങളെന്ന് പറയുന്നത്, സങ്കീർത്തനക്കാരൻ്റെ ജീവിതത്തിൽ ഒന്നാമതായി ഒരു വലിയ വിഷാദം രൂപപ്പെടുകയാണ്. വിഷാദത്തിൽ നിന്നുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഈ വിഷമതകളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു പ്രഖ്യാപനം നടത്തുന്നത്. ചിലപ്പോഴൊക്കെ ചിലരുടെ വായിൽ നിന്നും വരുന്ന ചില കാര്യങ്ങൾ, അത് നെഗറ്റീവ് അല്ലെങ്കിൽ നിഷേധാത്മകമായ ചില ചിന്തകൾ, പ്രഖ്യാപനങ്ങൾ അവരുടെ കോണ്ടസ്റ്റിൽ നിന്നുകൊണ്ടാണ്. അവർ ആയിരിക്കുന്ന സാഹചര്യത്തിൽ അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, ആഴമേറിയ ദുഃഖ അനുഭവങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് പ്രഖ്യാപനമായി അധരങ്ങളിലൂടെ പുറത്തു വരുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ ഡെസ്പെയർ ആകുകയാണ്, വിഷാദമുള്ളവനായി തീരുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും വിഷാദത്തിന് അടിമപ്പെട്ടിട്ടുണ്ടോ? അല്ലേ? നിങ്ങളൊരു രോഗിയെന്ന് വിഷാദ രോഗിയെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ വിഷാദത്തിന്, അത് വിശദമാക്കാം. ചില വേളകളിലൊക്കെ വളരെ ഒന്നും ചെയ്യുവാൻ മനസ്സിലാതെ സങ്കടത്തോടെ ഒരു മാനസികമായ പിരിമുറുക്കത്തോടെ ഒറ്റയ്ക്ക് എവിടെയും പോയിരുന്ന് വിഷാദിക്കുക, കിടക്കയിൽ ഇരിക്കുമ്പോൾ, ക്ലാസ് റൂമിൽ, അല്ലെങ്കിൽ നമ്മൾ ടീച്ച് ചെയ്യുമ്പോൾ, നമ്മുടെ ജോലി സ്ഥലത്ത് ഒരു ശൂന്യത, ഒരു ലോൺനെസ്, അല്ലെ? എല്ലാവരുമുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷേ എന്തോ എനിക്കറിയില്ല. അതാണ് വിഷാദം, ഡെസ്പെയർ. ഇതിനുള്ള കാരണം സങ്കീർത്തനക്കാരൻ മനസ്സിലാക്കുന്നത്, ഈ ദൈവം എന്ന സത്യമുണ്ടല്ലോ, ഈ ദൈവം കഷ്ടതകൾ നൽകുന്നതിൻ്റെ ഉറവിടമാകുന്നു. ആമേൻ. ഞാൻ എന്തുകൊണ്ട് ആമേൻ പറഞ്ഞു എന്നിപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം. കാരണം പലപ്പോഴും നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുവാൻ കഴിയാതെ നാം ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ്. ദൈവം കഷ്ടതകൾ നൽകുന്നതിൻ്റെ ഉറവിടമാകുന്നു. സോഴ്സ് ഓഫ് സഫറിങ്സ് എന്ന് പറയാൻ കഴിയും ഇംഗ്ലീഷിൽ. സോഴ്സ് ഓഫ് സഫറിങ്സ്, കഷ്ടതയുടെ ഉറവിടം. നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ജീസസ് അതൊരു കഷ്ടതയുടെ ഉറവിടമാണ്? കാരണം എനിക്കെന്നും കഷ്ടതയാണ്, ദാരിദ്ര്യമാണ്. ഞാൻ പ്രാർത്ഥിച്ച് ഓരോ സ്റ്റെപ്പ് കയറാൻ തുടങ്ങും, വീണ്ടും ഞാൻ താഴെ വീണുകൊണ്ടിരിക്കുകയാണ്. എന്തോ ദൈവമേ, എനിക്ക് ഇത്രയധികം കഷ്ടതകൾ തരുവാൻ ഞാൻ എന്ത് ദോഷമാണ് ചെയ്തത്? എന്ത് പാപമാണ് ചെയ്തത്? എന്നിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞതാ ദൈവമേ. ചില അമ്മമാരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഫോൺ വിളിക്കുമ്പോൾ സങ്കടങ്ങൾ പറയുമ്പോൾ, എന്തോന്ന് വെച്ചാൽ ഇത്രയധികം സങ്കടങ്ങൾ, വിഷമതകൾ കഴിയുന്നില്ല അച്ചോ, അല്ലേ? ദൈവം എന്തിനാണ് ഇത്രയധികം കഷ്ടതകൾ നമുക്ക് തരുന്നത്? ഞങ്ങൾക്ക് തരും, എൻ്റെ മകളുടെ ജീവിതത്തിൽ, എൻ്റെ മകൻ്റെ ജീവിതത്തിൽ കൊടുക്കുന്നത്, അല്ലേ? രോഗങ്ങളാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, വീഴ്ചകളാകട്ടെ, അകാല മരണങ്ങളാകട്ടെ, എന്തുകൊണ്ട് അച്ചോ ഇത്രയധികം കഷ്ടതകളൊക്കെ ദൈവം തരുന്നത്? ദൈവം കഷ്ടതകൾ നൽകുന്നതിൻ്റെ ഉറവിടമാകുന്നു, സോഴ്സ് ഓഫ് സഫറിങ്സ്. ഇതാണ് വിഷാദത്തിലേക്ക് നയിക്കുന്ന ഒന്നാമത്തേത്. 2, ദൈവം എന്നെ മറന്നു കളഞ്ഞു. ഹി ഫോർഗോട്ടൺ മീ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ദൈവം നിങ്ങളെ മറന്നു കളഞ്ഞു എന്ന ഫീൽ? ഇൻ്റർവ്യൂവിന് പോവുകയാണ്, നിങ്ങൾ തൊട്ട് മുൻപുള്ളവരെ എടുത്തു, നിങ്ങളെ എടുത്തില്ല, അല്ലേ? ഒരു മാർക്കിന് മിസ്സായിപ്പോയി. റാങ്ക് ലിസ്റ്റ് ഇടം പിടിക്കേണ്ടതായിരുന്നു, ഒരു മാർക്കിന്. നിങ്ങൾ ലൈനിൽ നിന്നു, പക്ഷെ നിങ്ങൾ പ്രവേശിക്കേണ്ട സമയമായപ്പോൾ ടൈം കഴിഞ്ഞു പോയി, നിങ്ങൾക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. നിങ്ങൾ മറ്റുള്ളവരെ പോലെ പഠിച്ചു, പക്ഷെ നിങ്ങൾ സിൻസിയറായി പഠിച്ചു. പക്ഷേ കോപ്പി അടിച്ചവരും മാൽ പ്രാക്ടീസ് ചെയ്തവരൊക്കെ അവരൊക്കെ കയറിപ്പോയി നല്ല നല്ല മേഖലകളിരിക്കുന്നു. നിങ്ങൾക്ക് മാത്രം ഒരിടത്തും എത്തുവാൻ കഴിഞ്ഞില്ല. നിങ്ങൾ വേദപുസ്തകം വായിക്കും, പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷെ മറ്റുള്ളവർ ദൈവഭക്തി ഇല്ലായിരുന്നു. പക്ഷെ അവർ കുറേ ടാക്ടിക്സ് ഒക്കെ ചെയ്ത് അവരെവിടെയൊക്കെയോ കയറി വന്നു. അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ദൈവം എന്നെ മറന്നു കളഞ്ഞു. തോന്നിയിട്ടില്ലേ പ്രിയമുള്ളവരെ? നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടില്ലേ ദൈവം എന്നെ മറന്നു കളഞ്ഞു? അതാ സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവൻ്റെ ജീവിതമാണ്. ദൈവം എന്നെ മറന്നു കളഞ്ഞു. മൂന്നാമത്തേത്, വിഷാദത്തിൻ്റെ കാരണം, ഗോഡ് ഈസ് നോട്ട് അറ്റ് ഓൾ ഫെയ്ത്ത്ഫുൾ.
ഇത് കുറച്ച് നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. ഞാനിത് എൻ്റെ വായുകൊണ്ട് പറയുമ്പോൾ തന്നെ എനിക്കൊരു വല്ലാത്ത ഫീൽ തോന്നുകയാണ്. ഒരിക്കലും പറയാൻ പാടില്ല, പക്ഷേ പറഞ്ഞു പോവുകയാണ്. ദൈവം, ഗോഡ് ഈസ് നോട്ട് അറ്റ് ഓൾ ഫെയ്ത്ത്ഫുൾ. ദൈവം വിശ്വസ്തനല്ല. ഈ ഞാൻ പറയുന്ന വചനങ്ങളുണ്ടല്ലോ, ഇത് സുഭിക്ഷമായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ ഇത് എത്രത്തോളം ബാധിക്കുമെന്ന് അറിയത്തില്ല. കേൾവിക്കാരെ പോലെ കേട്ടുകൊണ്ട്. പക്ഷേ ഇത് ഞാൻ പറയുന്നത് ഞാനും നിങ്ങളുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യം, പച്ചയായ ജീവിത അനുഭവങ്ങളാണ്. ഗോഡ് ഈസ് നോട്ട് ഫെയ്ത്ത്ഫുൾ ഇൻ മൈ ലൈഫ്. ദാറ്റ് മീൻസ് ഞാൻ പള്ളിയിൽ പോയിരുന്ന് ഞാൻ ഒരുപാട് പേർ ഉപവാസ പ്രാർത്ഥനയിലൊക്കെ ഞാൻ പോകുന്നുണ്ട്. TV ചാനലിലൂടെ ഒരുപാട് പേരുടെ സാക്ഷ്യം ഞാൻ കേൾക്കുന്നുണ്ട്. അവരെല്ലാം പറയുന്നു, എനിക്ക് ദൈവം അത് തന്നു, ഇത് തന്നു, എനിക്ക് ജോലി തന്നു, എനിക്കൊരു കുഞ്ഞിനെ തന്നു, എനിക്ക് പ്രോപ്പർട്ടി തന്നു, എനിക്ക് ഇൻ്റർവ്യൂവിന് ഒരു ജയം തന്നു, ഇതെല്ലാം അവർ പറയുകയാണ്. രോഗം മാറ്റി തന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും നടക്കുന്നില്ലല്ലോ. ഞാൻ അവരെക്കാളേറെ പ്രാർത്ഥിക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്. പക്ഷേ ദൈവം എൻ്റെ ജീവിതത്തിൽ മാത്രം വിശ്വസ്തനല്ലല്ലോ. അത് വിഷാദത്തിലേക്ക് നമ്മെ നയിക്കുകയാണ്. മറ്റൊന്ന്, നാലാമത്തെ ചിന്ത, ദൈവം തന്നെ എന്നെ തന്നിൽ നിന്നും അടർത്തി മാറ്റി. അതായത് ഞാൻ ബന്ധം സ്ഥാപിച്ചു, പക്ഷെ ദൈവം എന്നെ ഒരു പൂവിനെ ഇറുത്ത് അല്ലെങ്കിൽ പൂവിനെ പറിച്ച് കളയുന്നത് പോലെ എന്നെ ഇങ്ങനെ പ്ലക്ക് ചെയ്ത് എന്നെ മാറ്റിക്കളഞ്ഞു. ഇങ്ങനെ എപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നെ വച്ചിട്ടില്ല, ദൈവം എന്നെ ഓർത്തിട്ടില്ല. ഞാൻ എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധി ഇരിക്കുവാൻ ആഗ്രഹിച്ചതുള്ളൂ. പക്ഷെ ദൈവം എന്നെ എന്ത് ചെയ്തു? അവിടെ ഇങ്ങനെ പ്ലക്ക് ചെയ്ത് മാറ്റി വെച്ച് ദൈവം എന്നെ അടർത്തി മാറ്റി തന്നിൽ നിന്നും ദൂരെയാക്കി വച്ചിരിക്കുന്ന ഒരനുഭവം. സങ്കീർത്തനക്കാരൻ നിലവിൽ താൻ ഒറ്റയ്ക്കാണ് എന്ന ചിന്ത തന്നെ ഭരിക്കുകയാണ്. താൻ ഏകനാണ്, താൻ ഏകയാണ്, ഒറ്റയ്ക്കാണ്. ദൈവം ദൂരത്താകുന്നു. ദൈവം എന്നെ വിട്ടു പോയി. എന്നെ സഹായിപ്പാനും എന്നെ കരുതുവാനും ഈ ദൈവം കൂടെ ഇല്ല. എന്നെ സഹായിപ്പാൻ, എന്നെ കരുതുവാൻ ഞാൻ നിഷ്കളങ്കതയിൽ നടന്നു. ആർക്കെതിരായി ദോഷം പ്രവർത്തിച്ചില്ല, തിന്മ പ്രവർത്തിച്ചില്ല. ഞാൻ നിഷ്കളങ്കയിൽ നടന്നു. പക്ഷേ ഈ ദൈവം എന്നെ വിട്ടു പോയി, എന്നെ മറന്നു കളഞ്ഞു. ഈ ചിന്തയാണ് നമ്മെ വിഷാദത്തിലേക്ക് നയിക്കുന്നത്. ചുറ്റും ശത്രുക്കൾ കൊല്ലുവാൻ വരുന്നു. എല്ലാവരും വിരോധികളാകുന്നു. ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ വിരോധികളായി നിലകൊള്ളുകയാണ്. ഇല്ലേ പ്രിയമുള്ളവർ? ഒന്ന് ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, ഈവൻ ലൈഫ് പാർട്ട്ണർ, ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ വരെ ശത്രുക്കളെ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിലകൊള്ളേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും? മനസ്സിൻ്റെ നില എന്തായിരിക്കും? പ്രിയമുള്ളവർ, വിഷാദത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. തിരമാല പോലുള്ള പ്രശ്നങ്ങൾ, തിരമാല ഒന്ന് മാറിയുള്ള പ്രശ്നങ്ങൾ. ചുരുക്കത്തിൽ നിരാശയുടെ, വിഷാദത്തിൻ്റെ ഉണർവുകൾ എന്നത് ദൈവം എന്നെ വിട്ടു പോയി, ഇനി പ്രതീക്ഷയില്ല, ഇനി അവസരങ്ങൾ ഇല്ല. there is no opportunity or privileges. സാഹചര്യങ്ങൾ തരണം ചെയ്യുവാനുള്ള വിഭവങ്ങളില്ല, അവസരങ്ങൾ ഇനി എനിക്കില്ല. ടൈം കടന്നുപോയി. ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വർക്ക് ചെയ്തു, ഒരുപാട് പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, ഒക്കെ ചെയ്തു, ഹാർഡ് വർക്ക് ചെയ്തു. പക്ഷെ എൻ്റെ ഏജ് ഇപ്പോൾ കടന്നുപോയി. എഴുതിയ പരീക്ഷകളൊന്നും പാസ്സായില്ല. PSC എക്സാം ഇനി എനിക്ക് ഇല്ല, അവസരമില്ല. അല്ലേ? കടന്നുപോയി. ദൈവം എന്നെ വിട്ടുപോയി, എല്ലാവരും വിട്ടു, എൻ്റെ അവസരങ്ങളും പോയി. ഇനി എനിക്ക് മുന്നോട്ട് ചലിക്കുവാൻ, പ്രതീക്ഷിപ്പാൻ ഒരു ചെറിയ നന്മ പോലും എന്നിലില്ല. ഇനി ദൈവം എൻ്റെ പക്ഷത്തില്ല. ഇത്രയും ചിന്തകളാണ് ഒരു മനുഷ്യനെ വിഷാദത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ വിഷാദം എന്ന് പറയുന്നത് ഒരുവൻ ദുഃഖിച്ചിരിക്കുന്നു, വിഷാദിച്ചിരിക്കുന്നു എന്നതിൽ അത് ഒരു കുഞ്ഞു കാര്യം മാത്രമായിരിക്കില്ല. ഇത്രയും ബ്രഹ്മാണ്ഡമായ ചിന്തകൾ അവനെ അലട്ടും, അവളെ അലട്ടുന്നുണ്ട്, ആ കുടുംബത്തെ അലട്ടുന്നുണ്ട്. ഇത്രയും ചിന്തകൾ ചേർന്ന് വന്നാണ് ഒരു കുഞ്ഞു വേർഡിൽ വിഷാദം എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓമന പേരിൽ വിളിക്കുന്നത് വിഷാദം, അഥവാ ഇംഗ്ലീഷിൽ അതിനെക്കുറിച്ച് ഡെസ്പെയർ എന്ന് പറയുന്നത്. രണ്ടാമതായി,
സങ്കീർത്തനക്കാരൻ്റെ രണ്ടാമത്തെ സ്റ്റേജിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഒന്നാമതായി വിഷാദം, അവൻ്റെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട്. രണ്ടാമത് പ്രാർത്ഥനയെ കാണുവാനായി ഹിസ് പ്രെയർ. അപ്പോൾ അതേ സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യത്തിൽ, ഒരുപാട് ദൂരം ഒന്നും പോകണ്ട, 1-2 വാക്യങ്ങൾ കഴിഞ്ഞ ഉടനെ 3-ാമത്തെ വാക്യത്തിൽ അവൻ പ്രാർത്ഥിക്കുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് 1-2 പറയുന്നത്, ദൈവമേ നീ എന്നെ വിട്ടുപോയി, എന്നെ ഇങ്ങനെ ദുഷ്ടന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു, എന്നോട് നിനക്ക് വിശ്വസ്തയൊന്നുമില്ല, നീ എനിക്ക് കഷ്ടങ്ങൾ തന്നുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞ സങ്കീർത്തനക്കാരൻ ജസ്റ്റ് തൊട്ടടുത്ത വാക്യത്തിൽ വളരെ ഹൃദ്യമായിട്ട് അവിടെ പറയുകയാണ്. നോക്കണേ, എൻ്റെ ദൈവമായ യഹോവയെ കടാക്ഷിക്കണമേ, എനിക്കുത്തരമല്ലണമേ, ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഓ വണ്ടർഫുൾ. ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. നോക്കണമേ അവൻ്റെ പ്രാർത്ഥന. കാരണം ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ സങ്കീർത്തനം ദൈവമല്ലാതെ ഒരു നന്മയില്ല. പരിഭവങ്ങൾ പറഞ്ഞു, തൻ്റെ വേദനകൾ പറഞ്ഞു, ദൈവത്തെ കുറ്റപ്പെടുത്തി, സങ്കടപ്പെടുത്തി, തൻ്റെ ആവലാദികളെല്ലാം പറഞ്ഞെങ്കിലും അല്ലേ, ചില മക്കളുണ്ട് അമ്മ ഒരുപാട് കുറ്റം പറയും. അമ്മ ഇങ്ങനെയാണ്, എനിക്കൊന്നും വാങ്ങിത്തരത്തില്ല, എനിക്കിങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എനിക്കൊന്നും മേടിച്ച് തന്നില്ലല്ലോ, നിങ്ങൾ എന്തോ ഒരു അമ്മയാണ്, നിങ്ങൾ ക്രൂരയാണ്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത നിമിഷം, അമ്മ ചോറെടുത്ത് വെച്ചോ, ചോറുണ്ടോ, കാപ്പിയായോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. തൊട്ടടുത്ത നിമിഷത്തിൽ ഇതല്ലേ നാമം ദൈവത്തോട് കാണിക്കുന്നത്. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റായ, സന്തോഷിച്ച ഒരു ഭാഗമാണ്. സങ്കീർത്തനക്കാരൻ വളരെ ചെന്ന് പറയാണ്, ദൈവമേ എന്നെ കടാക്ഷിക്കണമേ, എന്നേക്ക് ഉത്തരം അല്ലണമേ, ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിക്കാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണം. ഇപ്പോൾ പറയുന്നത്, ഞാൻ ഓൾറെഡി സിക്കാണ്, ഞാൻ ഓൾറെഡി ഇപ്പോൾ രോഗിയായി തീർന്നിരിക്കുകയാണ്. കാരണം ഇനി എനിക്കൊരു എഴുന്നേൽ, പക്ഷേ ഞാൻ മരിക്കാതെ എന്നെ നോക്കണമേ. എത്ര ബ്യൂട്ടിഫുള്ളായിട്ട്, ദൈവമേ എല്ലാം ഞാൻ തീർന്നു, പക്ഷേ എന്നെ മരണനിദ്ര പ്രാപിക്കാതിരിക്കാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണം. ഈ വാക്യത്തിൽ 3 ചിന്തകൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, കടാക്ഷിക്കണമേ അഥവാ നോക്കണമേ, ലുക്ക്. ദൈവമേ എന്നെ കടാക്ഷിക്കണമേ, എന്നെ നോക്കണമേ എന്ന് പറയുകയാണ്. അതായത് സങ്കീർത്തനം, ദൈവമേ എൻ്റെ തീവ്രമായ വേദനയിലേക്ക്, എൻ്റെ ആവശ്യങ്ങളിലേക്ക്, ഓ ലോർഡ് ഓപ്പൺ യുവർ ഐസ്, ലുക്ക് മീ, എന്നെ നോക്കണമേ. Can you able to say? വിഷാദത്തിൻ്റെ നടുവിലിരിക്കുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഉണർവുണ്ടോ? നിങ്ങൾക്ക് തോന്നുമോ? നിങ്ങൾക്ക് കഴിയുമോ? എങ്കിൽ അവിടെയാണ് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ നിങ്ങൾ വിജയിച്ചത്. പ്രിയമുള്ളവർ, എല്ലാം തകർന്ന് തരിപ്പണമായി അല്ലെങ്കിൽ തളർന്നിരിക്കുന്ന വേളയിൽ നിങ്ങൾക്ക് ആ നിമിഷം പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിക്കുകയാണ്, ഓ ലോർഡ് ലുക്ക് മീ, എൻ്റെ വേദനയിലേക്ക് നോക്കണമേ, എൻ്റെ ആവശ്യത്തിലേക്ക് നോക്കണമേ. ദൈവമേ അങ്ങിലുള്ള ശക്തിയോടെ എന്നിലേക്ക് മടങ്ങി വരണമേ. ഐ നോ ഇതൊക്കെ നീ ചെയ്താലും നിന്റെ ശക്തി കുറഞ്ഞ്, നിനക്ക് ശക്തിയുണ്ട്, ആ ശക്തിയോടെ എന്നിലേക്ക് മടങ്ങി വരണമേ, എന്നെ നോക്കണമേ, എന്നെ കടാക്ഷിക്കണമേ. ക്യാൻ യു ഏബിൾ ടു പ്രേ? നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കേണ്ട കഴിവുണ്ടോ പ്രിയമുള്ളവരെ? അവിടെയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പരിപൂർണമായ വിജയം മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയം നിങ്ങൾക്ക് അവിടെയാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. രണ്ടാമതായി ആ വാക്യത്തിൽ പറഞ്ഞു, ഉത്തരമല്ലണമേ, എനിക്ക് ഉത്തരമല്ലണമേ. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് പോസിറ്റീവായി അങ്ങ് എൻ്റെ ഭാഗത്ത് നിലകൊള്ളണം. വീണ്ടും സങ്കീർത്തനക്കാരൻ കർത്താവിനെ ചേർത്ത് പിടിക്കുകയാണ്. തൊട്ടുമുമ്പ് പറഞ്ഞു, ഓ നീ എന്നെ വിട്ടുപോയി, എന്നെ അടർത്തി മാറ്റി, ഒക്കെ അവൻ്റെ വിലാപങ്ങൾ, വിഷമുതലൊക്കെ അങ്ങ് നിറയ്ക്കുക. പക്ഷേ ഇപ്പം പറയുകയാണ്, ദൈവമേ എന്നെ ചേർത്ത് പിടിക്കണമേ, എന്നെ ചേർത്ത് പിടിക്കണമേ, എനിക്ക് അവിടെ നിന്ന് ഉത്തരം വരണമേ, എൻ്റെ ആവശ്യങ്ങളൊക്കെ അങ്ങ് അറിയുന്നുവല്ലോ. ഇവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്, സങ്കീർത്തനക്കാരൻ അറിയാം, ദൈവമല്ലാതെ മനുഷ്യന് ഒരു രക്ഷ ഈ ഭൂമിയിലില്ല. അതുകൊണ്ട് വചനം പറയും, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു എന്ന നാമം. നിനക്ക് രക്ഷ വേണമോ? നിന്റെ ചിന്തകൾ എന്തുമാകട്ടെ, നിന്റെ നിരൂപണങ്ങൾ എന്തുമാകട്ടെ, നിന്റെ കാഴ്ചപ്പാട് എന്തുമാകട്ടെ, പക്ഷെ നിനക്ക് രക്ഷ വേണമോ? നീ ആയിരിക്കുന്ന കിടക്കുന്ന ആ അവസ്ഥയിൽ, ആ സാഹചര്യത്ത്, ആ കാർമേഘ പാളികൾക്കിടെ ഇടയിൽ നീ കിടക്കുമ്പോൾ നിനക്ക് രക്ഷ വേണമോ? വിളിക്ക്.
ദൈവത്തെ വിളിക്കുക. ഓ എൻ്റെ ദൈവമേ, എന്നെ കടാക്ഷിക്കണമേ. സങ്കീർത്തനക്കാരൻ ചെയ്യുന്നത് അതാണ്. അവൻ പോസിറ്റീവായി അനുകൂലമായി എന്നിലേക്ക് തിരിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനത്തിലെ മൂന്നാമത്തെ ചിന്ത, ലൈറ്റ് മീ, എന്നെ പ്രകാശിപ്പിക്കണമേ. ഓ, ബ്യൂട്ടിഫുള്ളായിട്ട് അത് നരേറ്റ് ചെയ്തിരിക്കുക അവിടെ. പ്രകാശം എന്നത് എന്താണ്? ദൈവത്തിൻ്റെ വഴി നടത്തലിൻ്റെ അടയാളമാണ് പ്രകാശം എന്നത്. നിങ്ങൾ ഇരുട്ട് പിടിച്ച വിജനമായ ഒരു വീതി, ഒരു വഴിയിൽ നിങ്ങൾ നിൽക്കുകയാണ്, അന്ധകാരത്തിൻ്റെ നടുവ് നിൽക്കുകയാണ് അല്ലേ? വേഗത്തിൽ നിങ്ങൾക്ക് ടോർച്ച് ലൈറ്റിൻ്റെ പ്രകാശം കിട്ടുകയാണ്. അതിനർത്ഥം എന്താണ്? ഇതാ, നിങ്ങൾക്ക് മുന്നോട്ട് നടക്കുവാനുള്ള വഴി ഒരുക്കപ്പെട്ടിരിക്കുന്നു, ഗൈഡൻസ്. അങ്ങനെയെങ്കിൽ ഇത് ഓർത്തുകൊള്ളുക, ദൈവം വിശ്വസ്തയോടെ എന്നെയും നിങ്ങളെയും കരുതും എന്നതിൻ്റെ അടയാളമാണ് ലൈറ്റ് അഥവാ പ്രകാശം എന്നത്. ദൈവം എന്നെയും നിങ്ങളെയും വിശ്വസ്തയോടെ കരുതും എന്നതിൻ്റെ അടയാളമാണ് ലൈറ്റ്. എല്ലാ വാതിലും അടയപ്പെട്ടിരിക്കുമ്പോൾ ലൈറ്റ് നിങ്ങൾക്ക് കാണുന്നുവെങ്കിൽ, പ്രകാശം, ദൈവിക പ്രകാശം നോക്കിക്കാണുവാൻ കഴിയുന്നു എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ദൈവം നിങ്ങളെ വിശ്വസ്തയോടെ കരുതുന്നു, ഇതാ കരുതുവാൻ പോകുന്നു. ആമേൻ. ഈ ചിന്ത മറക്കരുത്. ദൈവത്തിൻ്റെ സമ്പന്നതയുടെയും അനുഗ്രഹങ്ങളുടെയും അടയാളമാണ് പ്രകാശം. വിശ്വസ്തയോടെ കരുതും എന്നത് മാത്രമല്ല, സമ്പന്നതയുടെയും അനുഗ്രഹത്തിൻ്റെയും അടയാളമാണ്. പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തു, ഈ ക്രിസ്തു നമ്മിൽ പ്രകാശിക്കണം. എൻ്റെയും നിങ്ങളുടെയും സാഹചര്യങ്ങൾ പ്രകാശിക്കണം. അന്ധകാരത്തിൻ്റെ നടുവിൽ, വിഷമതകളുടെ നടുവിൽ, ദുഃഖത്തിൻ്റെ നടുവിൽ, നെടുവീർപ്പിൻ്റെ നടുവിൽ പ്രകാശമായി ഇറങ്ങി വരണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം നോക്കിക്കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, അതിനായി വേദപുസ്തകം പറയുന്നു, ജീവിതത്തിൽ ദൈവത്തോട് അടുക്കലോടും ചെല്ലുക എന്നുള്ളത്. ദൈവം അകലത്താണ് എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുക. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവം അകലത്താകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ, നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങളെ വിഷമം നിറഞ്ഞ സാഹചര്യം നടുവിൽ ദൈവം അകലത്താണെന്ന് തോന്നുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നാം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ അടുക്കലോളം ചെല്ലണം. പ്രത്യാശയോടെ ദൈവത്തിൽ ആശ്രയം വയ്ക്കണം അല്ലെ? ട്രസ്റ്റ് വിത്ത് ഹോപ്പ് അല്ലെ? ട്രസ്റ്റ് വിത്ത് എക്സ്പെക്റ്റേഷൻ. ദൈവത്തിൽ പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ ആശ്രയം വെപ്പിൻ. ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന പ്രകാശം എന്നത് തൻ്റെ വാഗ്ദത്തങ്ങളാണ്. ദ പ്രോമിസ് ഓഫ് ഗാഡ്. ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ പ്രകാശം ഇരുളിൻ്റെ മധ്യ ഇറങ്ങി വരുന്നത് ഒരു ടോർച്ച് ലൈറ്റ് പോലെ. എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ കൂരിരുട്ട് പിടിച്ച സാഹചര്യം നടുവിൽ ഇത്തിരി പ്രകാശമായി കടന്നു വരുന്ന ഒരു മെഴുകുതിരി വെളിച്ചമായി, ശക്തിയേറിയ പ്രകാശമായി വരുന്നത് ദ പ്രോമിസ് ഓഫ് ഗോഡ്, പ്രോമിസ് ഫ്രം ഗോഡ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിൽ നിന്നുമുള്ള വാഗ്ദത്തങ്ങൾ. എൻ്റെ കഴിഞ്ഞ കാല ജീവിതങ്ങളിലൊക്കെ എന്നെ നിർത്തിയത് അതാണ് പ്രിയമുള്ളവർ. ഇന്നും എന്നെ നിർത്തിയിരിക്കുന്നത് അത് തന്നെയാണ്. ദ പ്രോമിസ് ഓഫ് ഗോഡ്, ദ പ്രോമിസ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നുള്ള വാഗ്ദത്തം, അതാണ് എൻ്റെ ലൈഫിൻ്റെ പ്രകാശം. എങ്ങനെയെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ I used to open my Bible. I started to meditate it. I started to pray. Then I asked God, oh Lord, lead me. Oh Lord, guide me. Oh Lord, protect me. Oh Lord, teach me in what way I used to walk. ഇനി ഏത് വഴിയിൽ ഞാൻ സഞ്ചരിക്കണം പറഞ്ഞു തരണമേ. അപ്പോഴാ ദൈവം എനിക്ക് വാഗ്ദത്തം തരുന്നത്. മകനെ, മകളെ, ഇതാകുന്നു ഞാൻ നിനക്ക് നൽകുന്ന പ്രകാശം. ആമേൻ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എന്നും നമ്മുടെ പ്രകാശമാണ്. ദൈവം എന്നെയും നിങ്ങളെയും വിശ്വസ്തയോടെ കരുതുന്നു എന്നതിൻ്റെ അടയാളമാകുന്നു ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ. പ്രിയമുള്ളവരെ, സ്തോത്രത്തോടെ ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുവാൻ നമുക്ക് കഴിയണം. സ്തോത്രത്തോടെ
ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുക. 13-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ എത്രയോ ഹൃദ്യമായ, ശ്രേഷ്ഠമായ, ഉന്നതമായ അനുഭവങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തുകയാണ്. ഈ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കർത്താവിനെ സ്നേഹിപ്പാനും ജീവിതത്തോട് ചേർത്ത് പിടിക്കുവാനും ദൈവത്തിൻ്റെ അടുക്കലോളം ചെല്ലുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്: ദൈവം വിശ്വസ്തയോടെ കരുതും എന്നതിൻ്റെ അടയാളം എന്താകുന്നു? ദൈവം വിശ്വസ്തയോടെ കരുതും എന്നതിൻ്റെ അടയാളം എന്താകുന്നു? നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന സർവശക്തനായ സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തിനായി ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവ്. മാറ്റമില്ലാത്ത, മറക്കാത്ത ദൈവമേ, ജീവിതത്തിൽ ആമീൻ കർത്താവെ സ്തോത്രം, തളർച്ചകൾ വരുമ്പോൾ, തകർച്ച വരുമ്പോൾ, നാഥ വിഷമതകൾ വരുമ്പോൾ കർത്താവിനെ മുറുകെ പിടിക്കുവാനും കർത്താവിനോട് ചേരുവാനും കർത്താവെ ഞങ്ങൾക്കുള്ളിൽ നാഥ പൊന്തി വരുന്ന നിഷേധാത്മകമായ ചിന്തകൾ അവയൊക്കെ തകർത്തുകൊണ്ട് നാഥ ദൈവാശ്രയത്തോടെ, പ്രതീക്ഷയോടെ അങ്ങിൽ ആശ്രയം വെച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ അങ്ങ് സഹായിക്കണം. ഞങ്ങൾ ആരാധിക്കുന്ന, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം, ഞങ്ങൾക്ക് ജീവൻ നൽകുന്ന ദൈവം, ഞങ്ങൾക്ക് ജീവിതം നൽകുന്ന ദൈവം, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം, ഞങ്ങളെ ആശീർവദിക്കുന്ന ദൈവം, സ്തോത്രം. കർത്താവല്ലാതെ ഒരു നന്മ ഞങ്ങൾക്കില്ല, യേശു അല്ലാതെ ഒരു രക്ഷകൻ ഞങ്ങൾക്കില്ല കർത്താവെ. ആ കൃപ, ആ സ്നേഹം ഞങ്ങൾ അനുഭവിക്കട്ടെ. ദൈവകൃപയും ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളണമേ. നീമതി യേശു എന്ന യൂട്യൂബ് ചാനലിൽ പിന്നെ പ്രവർത്തിക്കുന്ന യുവ സഹോദരങ്ങൾ, അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ശ്രവിക്കുന്ന എല്ലാ കേൾവിക്കാരെയും അടിയൻ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ദിവ്യമായ സമാധാനത്തെ നിറയ്ക്കണമേ. ജീവിതചര്യകളോട് കൂടെ ഇരിക്കണമേ. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കാൻ സ്തോത്രം. യേശു രക്ഷിതാവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയ്ക്കെടുത്താൽ ദുഷ്ടങ്ങളും ലഭിക്കണം. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും നീക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹ, സമാധാന, സന്തോഷം നാം ഏവരോടും ഇന്നും അന്നും സദാകാലം കൊണ്ടിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, പ്രത്യാശയോടെ ദൈവത്തിന്റെ അടുക്കലോളം ചെല്ലാം. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ നോക്കിക്കാണാം. കർത്താവ് അതിനായി സഹായിക്കട്ടെ. ജയജീവിതം നയിക്കുവാൻ ത്രിയേക ദൈവം നമ്മെ സഹായിക്കും. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു വെരി മച്ച്.